ഒരു ചായ കുടിച്ചിട്ടാണ്. അതൊക്കെ ഇത് കഴിഞ്ഞിട്ട്. അല്ല, സാറ് വരുന്നില്ലേ? ഇല്ലടാ, ഞാൻ ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഇത് തന്നെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അത് തന്നെയല്ല, നമ്മളിങ്ങനെ ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, 3 പേരും കൂടെ ഇറങ്ങണ്ട. ശരി, നിങ്ങൾ പോയിട്ട് വാ. ശരി, പോയിട്ട് വരാം അച്ഛാ. ചായ റെഡി. ഇപ്പൊ വേണ്ട സാറേ. പകരിക്കും. ഇന്ന് തിരക്കുള്ള ദിവസമായിരുന്നു. ഇപ്പൊ ഇതല്ല പ്രധാനം. വൈകിട്ടൊരു പെണ്ണുകാണലുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഇതെങ്കിലും നടക്കൂ. നടക്കാത്ത കുറച്ചുകൂടി നല്ലത്. അതെന്താ? നമ്മുടെ ഷോ ഒന്ന് ഹിറ്റായി കഴിഞ്ഞാലേ പിന്നെ പ്രപ്പോസൽസിന്റെ ബഹളായിരിക്കും. നോക്കിക്കോ. അങ്ങനെ TV ഷോ ഒക്കെ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റ് വരുന്ന ആൾക്കാരെയൊന്നും അവരൊന്നും നമുക്ക് കണ്ട. നമുക്ക് കാണാം. രാവിലെ തന്നെ ഊതിക്കലാണല്ലോ. എല്ലാ പേപ്പറും സാറിനെ കാണിക്കാം. ഊതിക്കലല്ലോ, ഒരു ചെക്കിംഗ് ഉണ്ടേ. നാളെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നടത്തുന്ന ചെക്കിംഗ് ആണ്. സഹകരിക്കണം. എവിടേക്കാ പോണേ? എയർപോർട്ടിലേക്ക് കുറച്ച് ധൃതി ഉണ്ടേ. എന്താ അത്? ഇത് കൊറിയർ ഇത് അയക്കാൻ വേണ്ടിട്ടാ. ഓക്കെ, ഇറങ്ങണോ? ഇറങ്ങണ്ട. സാറേ, സാറേ എന്താണോ സാറേ? എന്താട്? എനിക്കറിയില്ല സാറ്. നിനക്കറിയില്ലേ? ആരുടെ വണ്ടിയാണ് ഇത്? എന്റെ വണ്ടിയാ. ഇത് കൊണ്ട് എങ്ങോട്ട് പോവാ നീ? എയർപോർട്ടിലേക്ക്. എയർപോർട്ടിലേക്ക് പോണോ? ഇതും കൊണ്ടോ? സാർ, സത്യമായിട്ട് എനിക്കറിയില്ല സാർ. നിനക്ക് അറിയില്ല. ഞാൻ പറയുന്നത് ഡ്രൈവിംഗ് സ്കൂളിലെ ബോർഡ് വെച്ച് വന്ന മനസ്സിലാണെന്ന് വിചാരിച്ചോ? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. അതെങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. എടാ, രാവിലെ ചെക്കിംഗ് എന്ന് പറഞ്ഞോട് നിൽക്കണേ ചെരക്കാനാണെന്ന് വിചാരിച്ചോടാ. സാറേ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് സാർ. ഡ്രൈവിംഗ് ബോർഡ് വെച്ചവന്റെ ആയുധം കൊടുത്തും നിന്റെ ഓവർ എടുക്കടാ. സാർ, ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിയിട്ടുണ്ട്. ഗോപി, ആ വീഡിയോ സ്റ്റില്ലൊക്കെ എടുത്തോ. ആളുകളൊക്കെ അങ്ങോട്ട് ഒതുക്കി നിർത്ത്. ഹലോ. എടാ മരവൂളെ, വേട്ടാവളിയാ, പാൽപേട മോറ, ഷൂട്ടിങ്ങിന് വെച്ച പ്രോപ്പർട്ടീസ് ഉള്ള കാറുമായിട്ട് നീ എങ്ങോട്ടാണ് പോയത്? 10 മണിക്ക് മുമ്പ് ആ സാധനങ്ങളുമായിട്ട് ലൊക്കേഷനിൽ എത്തിയില്ലെങ്കിൽ ഡയറക്ടർ എന്നെ തെറി പറഞ്ഞു കൊല്ലും. സാറേ, സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറാ. എന്റെ അമ്മായിയുടെ മോനാ. നീ എപ്പോ വരൂന്ന് പറയണം. എന്താടാ മിണ്ടാത്തെ? സ്വഭാവം നീ അറിയാ. എന്താടാ? ഞാൻ CI ആണ് സംസാരിക്കുന്നത്. നീ CI ആണെങ്കിൽ ഞാൻ പ്രധാനമന്ത്രിയാണോ? കളിക്കല്ലേ. നീ എപ്പോ വരൂന്നൊന്ന് പറയടാ. ഒന്നുകൂടി നോക്കടോ. എന്ത് നോക്കാനാടാ കോപ്പേ? സാറേ, ഇത് ഡമ്മിയാ സാറേ. ഡൽഹി ഫ്ലൈറ്റ് അയക്കേണ്ട കൊറിയറോ? 10 മണിക്കോ? താൻ എന്തീ പറയണേ? ഇപ്പൊ തന്നെ മണി 9:20. അത് സാറ് അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാ. വെരി സോറി. അടുത്ത ഫ്ലൈറ്റിന് നമുക്ക് അരമണിക്കൂർ സമയമുണ്ടല്ലോ. സമയത്തിനായില്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. സാർ വിചാരിച്ചു നടക്കും. ഞങ്ങൾ ഒരുപാട് ദൂരെ വരിക സാർ. പറ്റാത്തോണ്ടാ. ദയവ് ചെയ്ത് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല. സാറെ, ബുദ്ധിമുട്ടിക്കല്ല. എമർജൻസി കേസ് ആയതുകൊണ്ട് സാർ. 3 മണിക്ക് മുമ്പ് ഡൽഹിയിൽ എത്തിക്കണം സാർ. അതോ എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല, പെട്ടെന്ന് അങ്ങോട്ട് എന്നെ ഒരിക്കൽ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. അന്ന് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ. ഇറ്റ്സ് ഓൾ റൈറ്റ്. കൊറിയർ അത്ര എമർജൻസി ആണോ? അയ്യോ, എമർജൻസി എന്നൊന്നും പറഞ്ഞാൽ പോരാ. അത്രയ്ക്ക് അത്യാവശ്യം. എങ്ങനെയെങ്കിലും ഒന്നും. സർ, എനിക്ക് അറിയാവുന്ന ഒരാളാണ്. എന്ത് ചെയ്യാനാണോ? സമയം 9:20. സർ, പ്ലീസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. സർ, പ്ലീസ് സർ. എന്താ ചെയ്യണ്ടേ സർ? നടക്കൂന്ന് എനിക്ക് തോന്നണില്ല. ഒന്ന് ട്രൈ ചെയ്യൂ സർ, പ്ലീസ്. ഇതില് അഡ്രസ് എഴുതി, വേഗം എഴുതി.
ആന്റണിയോട് പറഞ്ഞാൽ മതി. ഓക്കെ സർ. വഴക്ക് കിട്ടും, അത് ഉറപ്പാ. ഇനിയും ഇനിയൊന്നുമില്ല, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. താങ്ക് യു സർ. ശരി. അത് പോയിക്കോളൂ. താങ്ക്സ്. എന്താ ആപ്ലിക്കേഷനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കിട്ടട്ടെ. താങ്ക് യു. ഇനി ഇതേപോലെ ഒരു പോക്ക് ഡൽഹിക്ക് അവാർഡ് മേടിക്കാൻ കൂടി പോകണം. എന്നാ ഇനി ഒരു ചായ കുടിച്ചാലോ? ഒരു മസാല ദോശയും കൂടെ. നിർത്തി വന്നേ പെട്ടെന്നോ. ഇത് ആഘോഷമാണല്ലോ. ആഘോഷ് മേനോൻ സിനിമ നടൻ. ഒന്ന് പോയടാ. അതെ, നിങ്ങൾ സിനിമാ താരം ആഘോഷ് മേനോനല്ലേ? ആടാ കണ്ടറിഞ്ഞൂടെ? അതേടാ, ആഘോഷ് മേനോൻ തന്നെയാ. ആഘോഷ് മേനോൻ തന്നെയല്ലേ? അതേടാ, ആഘോഷ് മേനോനാണ്. എന്താ കുഴപ്പം? ഇതിപ്പോ വലിയ കഷ്ടമല്ലോ. സ്വസ്ഥമായിട്ട് വന്ന് കുറച്ച് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കൂലല്ലോ. അല്ല സാറേ, സാറിനോട് കണ്ടതുകൊണ്ട് ക്യാരക്ടർ ഇങ്ങനെയാണ്. സിനിമാക്കാരനായതുകൊണ്ട് എനിക്ക് എന്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല. നല്ലൊരു പുണ്യപ്പെട്ട വസ്ത്രം ധരിച്ച് ഞാൻ കുറച്ച് നല്ല പ്രവൃത്തികൾ ഇവിടെ ചെയ്തോട്ടെ. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ദേ, ഇത് കണ്ടോ, നോക്ക്. നിങ്ങൾക്ക് ഇത് വെറും ഭക്ഷണ പൊതികളാണ്, ഇവർക്ക് നന്മ പൊതികളാണ്, സന്തോഷ പൊതികളാണ്. സാറേ, എന്നാലും ഈ വേഷത്തെ കണ്ടപ്പോ എടോ, ഈ വേഷം കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്രയും കൂടി സ്വസ്ഥത തരുമോ? സോറി സർ. ഇപ്പൊ നിങ്ങൾ വന്നോണ്ടല്ലേ ഈ ആളുകൾ മുഴുവൻ കൂടിയത്. ഞാൻ സമ്മതിച്ചു, എന്റെ സിനിമ കൊണ്ട് എന്നെ വളർത്തിയത് നിങ്ങളാണ്. പക്ഷെ എന്നിൽ നന്മയുള്ള ഒരു മനുഷ്യനുണ്ട്, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കൂ പ്ലീസ്. ബ്രദർ, നിങ്ങൾ എന്റെ അനുവാദം ഇല്ലാണ്ടാ ഷൂട്ട് ചെയ്യുന്നത്. പ്ലീസ് ഈ ഡിലീറ്റ് ചെയ്യണം. നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ വരാനോ ഈ പാവങ്ങളെ സഹായിക്കാനോ പറ്റില്ല. ചേട്ടാ ഡിലീറ്റ് ചെയ്യണം ചേട്ടാ, പ്ലീസ്. ചേട്ടാ സിനിമാ നടനും മനുഷ്യനാണ് ചേട്ടാ, എല്ലാവരും ഡിലീറ്റ് ചെയ്യണം പ്ലീസ്. സിനിമാ നടനും മനുഷ്യനാണ്, പ്ലീസ് പ്ലീസ്. സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ താരം വൈറലാകുന്നു. നന്മകൾ പറ്റി തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന സമൂഹത്തിന് മാതൃകയാവുന്നു ഈ ദൃശ്യങ്ങൾ. ആഘോഷ് മേനോൻ എന്ന യുവതരംഗം സമൂഹ ഹൃദയങ്ങളെയാണ് തൊട്ടുണർത്തിയതെന്നും സിനിമാ താരങ്ങൾ മാത്രമല്ല മറ്റു മേഖലയിലുള്ള എല്ലാവരും ഇതൊരു ചരിയാക്കി മാറ്റണമെന്നും ബോളിവുഡ് സിനിമാ താരം ആലിയ ഭട്ട് തന്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചു. എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള നിസ്വാർത്ഥമായ വാചകമാണ് ആഘോഷ് മേനോനെ അഭിനന്ദിക്കാൻ തനിക്ക് പ്രചോദനമായതെന്ന് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയും പറഞ്ഞു. നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തതിൽ ഏറ്റവും ഗംഭീര കലക്കിയത് ഈ പ്രാവശ്യം. വൈറൽ എന്ന് പറഞ്ഞാൽ മധുര വൈറലാണ്. ആരൊക്കെയാണ് ട്വീറ്റ് ചെയ്തേക്കണേ, ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല. പിന്നെ നിങ്ങൾ 4 പേരുടെ പെർഫോമൻസ് പന്നിപ്പൊളിയായിരുന്നു. ഒരാളും നീ ഇങ്ങോട്ട് വാ. ഞാൻ എന്റെ റിംഗ് ടോൺ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വട്ടായി പോകും. സംഭവം ഇവന് ഇത്രയുള്ളെങ്കിലും ഇവൻ തന്ന ഐഡിയ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനത്തെ ഐഡിയ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ശമ്പളമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഞാൻ ശ്രീജിത്തിന് എന്റെ സ്വന്തം സ്വർണത്തിന്റെ മാല ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ്. കഴിഞ്ഞില്ല, ഏറ്റവും പുതിയ ഫോൺ. ഒരു സെക്കൻഡ്. ഹലോ ആഘോഷ്, കലക്കി കളഞ്ഞു കേട്ടോ. നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ആരും വിചാരിച്ചിരുന്നില്ല. അയ്യോ സാർ, രാവിലെ മുതൽ കേട്ടിട്ട് ഞാൻ വഴിയായി സാർ. പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഞാൻ പകുതി വായിച്ചു സാർ. സാർ ഇപ്പൊ നമുക്ക് ഒരു ഓൾ ഇന്ത്യ ഫെയിം വന്നിരിക്കുന്ന കാരണം നമുക്ക് സൗത്ത് ഇന്ത്യ ആയിട്ട് ഒതുക്കണ്ട, നമുക്ക് ചെറിയ നോർത്ത് ഇന്ത്യ പരിപാടിയൊക്കെ പിടിക്കാം. ബഡ്ജറ്റ് ഒക്കെ കൂട്ടാ സാർ. സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് പോലെ ഞാൻ സ്പെൻഡ് ചെയ്തോളാം. ഡിമാൻഡ് ഒക്കെ നമ്മൾ ചെയ്യിക്കല്ലോ സാർ. വിളിക്കണ്ടായിരുന്നു ശ്രീശാന്ത്. ശ്രീ, നീ ബോളൊക്കെ മര്യാദയ്ക്ക് അറിയുന്നുണ്ടോ? കഹാ ഹോ, कैसे हो? बोल साले.